എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഏത് മെഷീനാണ് നല്ലത്, നിങ്ങളുടെ അടുത്തുള്ള മെഷീനാണോ അതോ അല്ലോർ DLX ആണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് രണ്ട് മെഷീനിനെയും പറ്റിയിട്ട് സംസാരിക്കാം. ഫസ്റ്റ് എൻ്റെ കയ്യിലുള്ള മെഷീനെ പറ്റിയിട്ട് ഞാൻ പറയാം. എൻ്റെ അടുത്തത് ഉഷ ജനം വണ്ടർ സ്റ്റിച്ച് പ്ലസ് ആണ്. ഈ ഒരു മെഷീനാണ് എൻ്റെ അടുത്തുള്ളത്. അതിൽ നമുക്ക് എത്ര സ്റ്റിച്ചസ് ഒക്കെ വരും നോക്കാം. ഇതിൽ ഇത്രയും സ്റ്റിച്ച് നമുക്ക് വരും. നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ നെക്കും സ്ലീവൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കാൻ പറ്റും. ഇത് യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓയിലും കാര്യങ്ങളും കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യുക. ഈ ഒരു ടോപ്പ് എനിക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയതാട്ടോ. എൻ്റെ കുറച്ച് ഫൂട്ടും ബട്ടൺസൊക്കെ വെക്കുന്ന കാര്യങ്ങളോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മെഷീനിലൊക്കെ യൂസ് ചെയ്യണ ഓയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ മൊത്തത്തിൽ എനിക്ക് വന്നിട്ടുള്ള റേറ്റ് 18 സംതിങ് ആയിരുന്നു കേട്ടോ. ഇത് പല സ്ഥലത്തും പല റേറ്റാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡീലർ അനുസരിച്ചിട്ടാവും റേറ്റ് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റേറ്റ് കുറവുള്ളിടത്ത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. ഇനി നമുക്ക് അല്ലോർ DLXൻ്റെ മെഷീനെ പറ്റിയിട്ട് പറയാം. അതിൽ നമുക്ക് ഇത്ര സ്റ്റിച്ചാണ് വരുന്നത്. നമ്മൾ വണ്ടർ സ്റ്റിച്ച് പ്ലസിനെ കാട്ടിയും കുറവാണ് സ്റ്റിച്ച് വരുന്നത്. അപ്പം ഞാൻ മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോയപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് ബട്ടൺ വെക്കാനും റോൾ ഹെമ്മിങ് ചെയ്യാനും ഫ്രോക്കിൻ്റെ ഒക്കെ താഴെ ലോക്ക് ചെയ്യൂലേ അങ്ങനെ റോൾ ഹെമ്മിങ് ചെയ്യാനും സ്കാലപ്പ് ചെയ്യാനൊക്കെ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അല്ലോർ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പറഞ്ഞു നമുക്ക് സ്കാലപ്പൊക്കെ ചെയ്യാൻ ഈ ഒരു മെഷീനിൽ സ്കാലപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കൊന്നും വേണ്ട, അല്ലോറിൽ നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെയല്ല. ഈ വണ്ടർ സ്റ്റിച്ച് പ്ലസിൽ ഇങ്ങനെ സ്കാലപ്പിൻ്റെ സ്റ്റിച്ച് കാണുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ ചെറിയ സ്കാലപ്പേ കിട്ടുള്ളൂ കേട്ടോ. ഷോളിലൊക്കെ കാണുന്ന വലിയ സ്കാലപ്പില്ലേ അത് കൈകൊണ്ട് തന്നെ പിടിച്ചു കൊടുക്കണം. അത് നമുക്ക് അല്ലോർ DLXലും ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് എൻ്റെ വിഷയം വാങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത്. പിന്നെ ഇതിൽ കുറേ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഓർത്തൊന്ന് അത് എടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മെഷീൻ എടുത്തത്. എനിക്കിത് 18 സംതിങ് ആണ് വരുന്നത്. അല്ലോറിന് വരുന്നത് 14, 15 ആ ഒരു റേറ്റ് ആണ് വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിലുള്ള ഈ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇതുവരെ ഉപകാരപ്പെട്ടിട്ടില്ല. ഇതുവരെ ഞാൻ നമുക്ക് നിന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബിഗിനേഴ്സിന് ഇതേപോലെ ഒരു ഫാഷൻ മേക്കർ വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലോർ DLX എടുക്കുന്നതാവും നല്ലത്. അതിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സിഗ്സാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രോക്കിൻ്റെ താഴേക്ക് റോൾ ഹാമിങ് ചെയ്യാൻ പറ്റും, സ്കാലപ്പും ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതെങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കാണുന്നവർക്ക് ഒരു ഉപകാരമായിരിക്കും കേട്ടോ. പിന്നെ കുറേ വന്ന കമൻറ്റാണ് ഓവർലോക്ക് മെഷീനെ പറ്റിയിട്ട്. ഓവർലോക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം നല്ലത് അതോ ഈ മെഷീനിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ മെഷീനിൽ ചെയ്യാതെ സിഗ്സാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് പെർഫെക്ഷൻ ആയിട്ടൊന്നും കിട്ടില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. സിഗ്സാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് ബാലൻസ് ആയിട്ട് വരുന്ന ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കളയണം. അത് താനെ കട്ട് ചെയ്ത് പോവില്ല. ഈ നീല നിറത്തിലുള്ള ത്രെഡ് വെച്ച് ചെയ്തതാണ് സിഗ്സാക്ക് സ്റ്റിച്ച് ചെയ്തത്. മറ്റേത് വൈറ്റ് വെച്ച് ചെയ്തത് നമ്മൾ നോർമലി ഓവർലോക്ക് ചെയ്യുന്ന മെഷീനിൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓവർലോക്കിൻ്റെ മെഷീൻ വാങ്ങണം തന്നെയാണ് കേട്ടോ നല്ലത്. ഇതിൽ ഞാൻ 2 സ്റ്റിച്ചും കാണിക്കുന്നുണ്ട്. ഓവർലോക്ക് ചെയ്തതും കാണിക്കുന്നുണ്ട്, സിഗ്സാക്കും കാണിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഓവർലോക്ക് മെഷീൻ വരുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതല്ല, പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഈ ഒരു മെഷീൻ ഇവിടെ ഒന്നും കിട്ടാനില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷീൻ അല്ലാന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള മെഷീൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കുക. എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുക, എനിക്ക് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓവർലോക്കിൻ്റെ മെഷീൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് കിട്ടും. അത് മാത്രമല്ല നമുക്ക് നല്ല കട്ടിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഓവർലോക്കിൻ്റെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലത്തെ ഓവർലോക്കിൻ്റെ മെഷീൻ റേറ്റ് വരുന്നത് 6500 to 7000 ഉള്ളിലാണ് വരുന്നത്. മെഷീന് ഞാൻ കുറച്ച് മെഷീൻ്റെ ഫോട്ടോസ് ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. അതിന് മൊത്തത്തിനുള്ള റേറ്റാണ്, മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ മൊത്തത്തിനുള്ള റേറ്റാണ് 6500, 7000 സംതിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് വരിക. നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.